റെഡിയാക്കിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്നു. കോളേജിൽ നല്ലൊരു ആശയുണ്ട്, സ്റ്റേജിൽ കയറിയിട്ട് നമ്മളെ ജമാഅത്തിന് നാട്ടിൽ പ്രസംഗിക്കണമെന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ചെയ്യുന്നത് നാട്ടുകാർ. എന്ത്? ഞങ്ങളെ കർണാടകന്റെ മൂലാക്കന്മാർക്ക് പ്രസംഗിക്കാൻ നിങ്ങൾ സ്റ്റേജ് കൊടുക്കുന്നില്ല. ഇല്ല. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്നത് ആർക്ക്? നമ്മുടെ കൊല്ലത്ത് വരണം, തിരുവനന്തപുരത്ത് വരണം, കോഴിക്കോട് വരണം. അതേ സമയത്ത് നിങ്ങളെ നാട്ടു പോയെങ്കിൽ മാർക്കറ്റിലെത്തിയ നിങ്ങൾ നോക്കരി നാടൻ കക്കിരിക്കല്ലേ വേണോ, ഇവിടെ നാടൻ വേണ്ട എന്ന് നീ പ്രസംഗിക്കും. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, നാട്ടിനോടുള്ള സ്നേഹം ഈമാനിൽ പെട്ടതാണ് എന്ന് ഞങ്ങളെ നാട്ടിലെ മൂലമാർക്ക് ഒരു വിലയും കൊടുക്കല. സ്റ്റേജിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഓറ് പഠിച്ചു വന്ന ബുഖാരിന്റെ ഹദീസുകളും എത്രയോ തഫ്സീറിന്റെ കിതാബും ചരിത്രങ്ങളും അവർക്ക് ചെല്ലാനുള്ള, പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാനുള്ള സദസ്സ് കൊടുക്കുന്നില്ല. അവരെ വിളിക്കണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ ഉലമാക്കൾക്ക് വേദി കൊടുക്കണം. കന്നഡത്തിൽ എനിക്ക് അറിയുന്ന ഭാഷയിൽ പ്രസംഗിക്കാൻ ആൾക്കാരുണ്ട്, നക്കനിക്കിന് പ്രസംഗിക്കാൻ ആൾക്കാരുണ്ട്, മലയാളത്തിലും പ്രസംഗിക്കാൻ ആളുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരത്തും വന്ന ആൾക്കാരെ പ്രസംഗം ആർക്ക് പിറ്റെന്ന് കേട്ടെങ്കിൽ ഒരു പെണ്ണിനും അറിഞ്ഞിട്ടുണ്ടാവേ. പൈശാചികമായ അയാൾ പറഞ്ഞു. പെണ്ണുകെന്ന് പൈസയുടെ വിശേഷമൊന്നും അയാള് പൈശാചികന്റെ അർത്ഥം തന്നെ അറിയില്ല. ഖത്തീബാവനി ഞങ്ങൾ വേണം. മരിച്ചെങ്കിലും സ്വഭയോളം വന്നിട്ട് ആ മയ്യത്തിന്റെ അടുത്ത് ഓതനി ഞങ്ങളെ മുത്താരിക വേണം. തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നില്ല. തൽക്കീനോദന് ഞങ്ങളുടെ നാട്ടിലെ ആള് വേണം. മയ്യത്ത് നിസ്കരിക്കാൻ ഞങ്ങള് വേണോ? ദർശനം നടത്താൻ ഞങ്ങള് വേണോ? ഖത്തീബാവനി ഞങ്ങള് വേണം. വെള്ളിയാഴ്ച ചെല്ലൽ ഞങ്ങള് വേണം. കൊല്ലത്തിലൊരു വയല് നടക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് എന്തേ നടത്തുന്ന ആൾക്ക് ഒരു ഇഖ്ലാസും ഇന്നില്ല. ഒരു ഷോ ആണ്, ദുനിയാവിന്റെ ഷോ. കുറെ ഫോട്ടോ ഇട്ടിട്ട് വലിയ പേര് കേൾക്കണം. ഇന്ന നാട്ടിലേക്ക് ഇന്ന ആളെ കൊണ്ടുവന്നിനി. പഠിപ്പിക്കുന്ന ആൾക്ക് വയല് നടത്തുന്നവർക്ക് ഒരു ഇഖ്ലാസ് ആത്മാർത്ഥതയില്ല. ഷോ ആയിട്ട് മാറിപ്പോയി വയലെല്ലാം. പിന്നെ എങ്ങനെ ഇത് കൊണ്ടൊരു ഗുണം കിട്ടും? പൈസയല്ല ലക്ഷം വെക്കേണ്ടത്. പിന്നെ വയല് നടത്തിയിട്ട് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം റുപ്യ കിട്ടി. ഒരു കിടാവ് വയല് കേട്ടിട്ട് നന്നായിട്ടുള്ളതാണ് കണ്ടെങ്കിൽ നിങ്ങൾ വയല് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായത്. അതേ സമയത്ത് വയല് നടത്തിയിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം നഷ്ടമായി. ഒരു കഞ്ചാവ് അടിക്കുന്ന കിടാവ് കഞ്ചാവ് നിർത്തിയാൽ, ഒരു നിസ്കരിക്കാത്ത കിടാവ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ, ഒരു കള്ളുകുടി ഉപേക്ഷിച്ചാൽ വയല് കൊണ്ട് നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ഷോ ഒന്നും വേണ്ട മോനെ. ദുനിയയിൽ ഈ ഷോ ഇല്ല. നിന്റെ പവറും പത്രാസും വേണ്ട. നീ നല്ല നമ്മുടെ നാട്ടിൽ നക്കിനിക്കിൽ വയല് പറയാൻ, കന്നഡത്തിൽ പ്രസംഗിക്കാൻ, മലയാളത്തിൽ വേണമെങ്കിൽ ഉറുദുവിന് വേണമെങ്കിൽ പ്രസംഗിക്കാൻ കഴിവും കെൽപ്പമുള്ള നല്ല നല്ല ചെറുപ്പക്കാരായ ആലിമീങ്ങളുണ്ട് ധാരാളം. അവർക്ക് വേദി കൊടുക്കണം. കൊടുത്തില്ല എന്ന് കണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാവും. അതുകൊണ്ട് ഇതിപ്പോ ഞാൻ എല്ലായിടത്തും പറയാൻ തീരുമാനിച്ചു.